ഹലമ്മ എങ്ങോട്ടാ പോണേ? ആണോ? ഹായ് ഗൈസ്, ഇപ്പോൾ ഹാലമ്മ പറഞ്ഞ പോലെ നമ്മൾ പാടം കാണാൻ പോവാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാടം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും മഴ നമ്മൾ ചതിച്ചു പൈസ. പക്ഷെ നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ളൊരു വീട്ടിൽ കയറിയിട്ട് ഇപ്പോൾ കോട്ടൊക്കെ ഇടാൻ കേട്ടോ. ഉണ്ണിക്ക് പിന്നെ നമ്മൾ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കുടയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇതാ പാടത്തെത്താനായി. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറുണ്ട്. അപ്പോൾ അത് നല്ല കാറ്റൊക്കെ വീശുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റുണ്ടാ. വെള്ളം നോക്കി നല്ല കീറിയിട്ട് കുറച്ച് ദിവസമായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയതുകൊണ്ട് തന്നെ പാടത്തൊക്കെ നിറയെ വെള്ളം കയറിയിരിക്കുന്നു കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആയി വന്നിട്ടാ. നമ്മൾ വന്ന സമയത്ത് സന്ധ്യാസമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് നല്ല പാട്ടൊക്കെ കേൾക്കാനായിരുന്നു. വെള്ളത്തിന് പേടിയാ. പൊന്നതാതി സാഹസത്തിന് ഇറങ്ങണേ. ഒരു നീർക്കോലീനെ കണ്ടാൽ ഞാൻ പോകും. ഇല്ലടി ഇറങ്ങിക്കോ. താവുന്നില്ല. ചളി ഉണ്ടാ? ചളിയ നടക്കണേ. അത് ഇവിടുത്തെ ശരിയാ. മൂന്നാളും കാലിങ്ങനെ ഹലമങ്ങ അങ്ങനെ മുക്കിത്തിരുത്തരാ. കാല് മാത്രം പേടിയായതുകൊണ്ട് ചെരുപ്പ് കൊണ്ടട്ടാ. ചെരുപ്പ് കൊണ്ടട്ടാ. അവിടെ നിർത്തണ്ടല്ലേ. ഈ കുട്ടാ ശരി കാണാനേ. ഈ കുട്ടിയെ കാണാ. നോക്ക് ഇങ്ങോട്ടേ. ഹായ് ഹായ് ഹായ്. അടുത്ത ആളെന്നെ മുക്കാൻ കൊണ്ടുപോകണം. ചെരുപ്പ് പോണ്ട. അങ്ങനെ വെള്ളത്തിലുള്ള തുള്ളിച്ചാട്ടം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങളുടെ പിന്നിലൊരാൾ. ഞങ്ങൾ കണ്ട് വരുന്നതിനിട്ട് ചിപ്പ് ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണ് കേട്ടോ. ഞങ്ങളുണ്ട് വരുന്നതിനിട്ട് ഒരു രസത്തിന് വന്നതാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഓനപ്പം തന്നെ പോയിട്ടാണ്. പക്ഷെ ഞങ്ങൾ പോയില്ല കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. പാടത്തിൻ്റെ ഭംഗി ഫോണിൽ പകർത്തുന്ന തിരക്കിലാണ് കേട്ടോ അദീബ. ഈ കുട്ടനാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് ആകെ അമ്പരന്ന് നിൽക്കണേ. കണ്ടില്ലേ, നല്ല വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അദീബ ഹാലമ്മയുടെ കോട്ട് റെഡിയാക്കുന്ന തിരക്കിലാണ്. ഈ കുട്ടനാണെങ്കിൽ നമ്മുടെ വേമേനിട്ട് സെറ്റാണ് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പാടത്തായതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന്. അപ്പം നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ. ഇപ്പോൾ മഴ നന്നായി പെയ്യുന്നുണ്ട്. നേരത്തെ ചാറിനുണ്ടായിരുന്നത് ഇപ്പോൾ നന്നായി പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദീബ കുട്ടിയുടെ തലയത്തെ കോട്ടൊക്കെ വീണ്ടും റെഡിയാക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ തലയിൽ കോട്ടിട്ടോ, കാരണം നന്നായി പെയ്യുണ്ടായിരുന്നു മഴ. അപ്പോൾ ഈ കുട്ടനാണെങ്കിലോ തലയിൽ തൊപ്പിയൊക്കെ ഇട്ട് കോടയൊക്കെ ചൂടി നമ്മുടെ കൂടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ പാട്ട് വേറെ ആരുമല്ല, പൊന്നുമാണ് കേട്ടോ പാടുന്നത്.
ഈ മഴയിൽ ജലമർമരം തരുമൊരാദ്യ രാഗലയമേറ്റു പാടുവാൻ സുഖം സുഖം ഈ മഴയിൽ ജലമർമരം തരുമൊരാദ്യ രാഗലയമേറ്റു പാടുവാൻ സുഖം സുഖം മഴ നനഞ്ഞു ഉറുകെ നിന്ന് ഫസ്റ്റ് മനസ്സിലൊരു മൂന്നായി everything is alright പാടൂ പാടൂ ഈ മഴയിൽ ജലമർമരം തരുമൊരാദ്യ രാഗലയമേറ്റു പാടുവാൻ സുഖം സുഖം ഈ മഴയിൽ ജലമർമരം തരുമൊരാദ്യ രാഗലയമേറ്റു പാടുവാൻ സുഖം സുഖം മഴ നനഞ്ഞു ഉറുകെ നിന്ന് മനസ്സിലൊരു everything is alright ഞങ്ങളിപ്പോൾ പോവാട്ടോ ഗൈസ് കാരണം നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ നിൽക്കാൻ കഥയൊരാവർത്തനമാണെങ്കിലും ആകാശമേ